വർഷങ്ങളോളം ഒമാനിൽ നിന്നും നാട്ടിലേക്ക് വരുവാൻ കഴിയാതിരുന്ന മലയാളിയായ ജോർജിനെ നാട്ടിലെത്തിക്കുവാൻ 2005 പ്രവാസ ലോകത്തിന് സാധിച്ചു. 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ. പ്രവാസ ലോകത്തിൻ്റെ തുടക്കത്തിൽ ലഭിച്ച പരാതികളിലൊന്നാണ് ജോർജിൻ്റെ തിരോധാനം. അബുദാബിയിലുള്ള ജോർജിൻ്റെ സഹോദരൻ അലൂഷ്യസിൻ്റെ നേതൃത്വത്തിൽ മസ്കറ്റിലുള്ള സുഹൃത്തുക്കളാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ. മസ്കറ്റിൽ നിന്നും വാദിബിന ഖാലിദ് ജോർജുള്ളിടത്തേക്കുള്ള ഈ യാത്രയിൽ എന്നോടൊപ്പം ഗഫൂർക്കിയും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രനുമുണ്ട്. യാത്രക്കിടയിൽ ജോർജിനെ പരിചയമുള്ള ധാരിയ എന്നൊരു ഒമാനി യുവാവും ഞങ്ങൾക്ക് വഴികാട്ടിയായി എത്തി. മസ്കറ്റിൽ നിന്നും 250ഓളം കിലോമീറ്റർ ദൂരത്തായിരുന്നു വാദിബിന ഖാലിദ് പ്രവിശ്യ. ഇവിടെ 30ഓളം ഒമാനി കുടുംബങ്ങൾ താമസിക്കുന്ന ബദ എന്ന പ്രദേശത്തായിരുന്നു ജോർജ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് ചിലവഴിച്ചത്. നഗരത്തിൻ്റെ എല്ലാ തിരക്കിൽ നിന്നും ഒറ്റപ്പെട്ട ഒരിടമാണ് ബദ. ഇവിടെ പുറമേ നിന്നാരും വരാറില്ല. വിസയോ മറ്റു രേഖകളോ ഇല്ലാതിരുന്ന ജോർജിന് ലഭിച്ച ഏറ്റവും നല്ല ഒളിത്താവളമായിരുന്നു ബദ. പിന്നെ ഇവിടുത്തെ നല്ലവരായ മനുഷ്യരും. ഞങ്ങൾക്ക് മുമ്പേയുള്ള ഈ അന്വേഷണ സംഘത്തെ നയിച്ചത് ജോർജിന്റെ സഹോദരൻ അലൂഷ്യസ് ആയിരുന്നു. അലൂഷ്യസിന്റെ സുഹൃത്ത് ജോസഫ് ആയിരുന്നു ഈ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലെ പ്രധാന പ്രേരക ശക്തിയും. കാലം ഇത്രക്ക് കഴിഞ്ഞിട്ടും ആദ്യ ദർശനത്തിൽ തന്നെ ജോർജിന് തന്റെ അലൂഷ്യയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിന്റെ അമ്പരപ്പിലായിരുന്നു അയാൾ. 27 വർഷത്തിന് ശേഷം തനിക്ക് ലഭിച്ച ജ്യേഷ്ഠനെ കൊണ്ട് നാട്ടിലേക്ക് ഫോൺ വിളിപ്പിക്കുകയായിരുന്നു അലൂഷ്യസിന്റെ ആദ്യത്തെ ചുമതല. ഒമാനിലേക്കുള്ള വരവിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മലയാളിയിൽ നിന്ന് ലഭിച്ച ചതിക്ക് പകരമായി മലയാളികളെ കാണുന്നത് തന്നെ ജോർജിന് വർജ്യമായിരുന്നു. ഒമാനികളിൽ ഒരാളായും അവിടുത്തെ കുട്ടികൾക്ക് അടുത്ത സുഹൃത്തായും അയാൾ മാറി. വധയിലെ 14 കുടുംബങ്ങൾക്കും പ്രിയങ്കരനായിരുന്നു ജോർജ്. വഴിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ അവരവരുടെ വീട്ടിൽ എത്തിക്കാൻ വരെ ജോർജ് ശ്രദ്ധിച്ചിരുന്നുവത്രേ. ഇവിടെ നാട്ടിൽ തന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയത് അപ്പോഴും ജോർജ് അറിഞ്ഞിരുന്നില്ല. മരിച്ചാൽ തന്നെ എവിടെ കുഴിച്ചിടണമെന്ന് ഒമാനികൾ ജോർജിനെ കളിയാക്കാറുണ്ടായിരുന്നു. വധയിൽ നിന്നുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അയാളിൽ അതിന്റെ ഉത്തരം. ജോർജിന്റെ തൊടുപുഴയിലേക്കുള്ള തിരിച്ചുവരവിന് കളമൊരുക്കാൻ പ്രവാസ ലോകത്തിന് സാധിച്ചു. 25 വർഷം അനധികൃത താമസത്തിനുള്ള ഫൈൻ ഒമാനി ഗവൺമെന്റ് ഇളവ് ചെയ്തു കൊടുക്കും. നാട്ടിലേക്കുള്ള യാത്രക്ക് തൊട്ടുമുമ്പ് ഞങ്ങൾ ഒരിക്കൽ കൂടി ജോർജിനെ കണ്ടു. 26 വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നായിരുന്ന സന്തോഷം ഇപ്പോൾ തോന്നാൻ കാരണം? അനിയൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോകാനുള്ള ഇത് തോന്നി. അന്നേരം അനിയനോടൊന്നും പറയാതെ കൂടെ തന്നെ പോന്നു. അന്യദേശങ്ങളിൽ സമ്പാദിക്കാൻ പോകുന്ന പ്രവാസികൾ അവരുണ്ടായിരുന്ന നാടുകളിൽ അവശേഷിപ്പിക്കുന്ന ഓർമ്മകൾ വാക്കുകൾക്ക് അതീതമാണ്. തൻ്റെ പ്രവാസകാലത്തിന് ശേഷം അയാളുണ്ടാക്കിയ ശൂന്യത ഇപ്പോഴും തദ്ദേശീയർക്ക് ഒരു സ്വപ്നം പോലെ ഓർക്കാനാവും. ايوه ما شيء مسويها هذا. ايوه مشي طيب يعني. طيب وما عنده كفيل؟ ما عنده شيء؟ لا ما عنده كفيل. ويشتغل حال 1 و2 و3 بس عادي ما شاء الله مع اي واحد. I want to work another man. Work another man, not give money. വർഷങ്ങളോളം മസ്കറ്റിലെ വാദി ബാനി ഖാലിദിലുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ജോർജ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാസ ലോകത്തിൻ്റെ സഹായത്തോടെ നാട്ടിലേക്കെത്തിയത്. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വാദി ബാനി ഖാലിദിലെത്തിയ പ്രവാസ ലോകം സംവിധായകന് ജോർജിനെ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന നാട്ടുകാരെയാണ് കാണാൻ സാധിച്ചത്.
مستويك انه واحد منهم مو فيهم بس اللهم روخ تعيش بس. ما شاء الله جورج not give money. It's free all the free. بس اهم شيء هم منه ايش حصل حلاكل خلاص. eat only eat finish. الله عزك Not حتى give يشوف money. Not حلاقته give money. حقلك حلاقته اسبوعه يسبح هنا في الوادي Swimming the wadi. بعدين حلاقه ما حلاقه هي ما يعرف حلاقه يمكن حلاقه ولا شيء بس اللهم عنده ولاعه يقدح عليها هيك اللحيه يسوي لحيه وبذي The hair. No, this later. Not go to not go. حلاق. ബാർബർ بربر يا. بس سمسم هذا نمونه Later. بعدين اويل سمسم مال نارجيل Oil زيت. Oil. ذاك الزيت. نرجل. وبس